ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ നീ വരുമ്പോഴേ എനിക്കൊരു ഫേസ് വാഷ് കൂടി വാങ്ങിച്ചോണ്ട് വരണേ. വാങ്ങിയിട്ട് വരാം. വേറെ എന്തേലും വേണം? എന്താ അതുപോലെ മതി, അത് മതി. ആ നിങ്ങൾ രണ്ടുപേരെയും അമ്മാവൻ തിരക്കുന്നുണ്ട്, എന്തോ അത്യാവശ്യ കാര്യം പറയാനാണെന്ന്. ആണോ? എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാവേ. വാ മോളെ. മാഡം പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അല്ല മാഡം, മറ്റൊന്നും കൊണ്ട് ചോദിക്കുകയല്ല. സ്വന്തം ഏട്ടന്റെ മകളല്ലേ, നല്ല ബന്ധമായിരിക്കുമല്ലോ, അതിനെക്കുറിച്ച് ആലോചിച്ചൂടെ? ആലോചിക്കുന്നില്ല. എന്റെ മകൻ അർജുന് അനസൂയെപ്പോലെ ഒരു പെൺകുട്ടിയല്ല വേണ്ടത്. എന്റെ മരുമകളാവാൻ പോകുന്ന പെൺകുട്ടിയെക്കുറിച്ച് എനിക്ക് എന്റേതായ ചില കാഴ്ചപ്പാടുകളുണ്ട്. അത് എന്റെ സഹോദരന് വേണ്ടി മാറ്റാൻ ഞാൻ തയ്യാറല്ല. മനസ്സിലായോ? മനസ്സിലായി മാഡം. മാഡത്തിന്റെ മനസ്സിലുള്ളത് പറഞ്ഞാട്ടെ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ വേണം താൻ ഇത് ചെയ്യാൻ. ഈ വിവാഹകാര്യം ഭദ്രേട്ടൻ ഇനി മേലിൽ പറയരുത്. അത് പക്ഷേ എന്റെയോ അർജുന്റെയോ കുറ്റം കൊണ്ടാവുകയും ചെയ്യരുത്. അനസൂയയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കണം എനിക്ക്. ഇപ്പോഴത്തെ കാലത്ത് അത് വളരെ ഈസിയാണ്. അനസൂയയും അവളുടെ കൂടെ മറ്റൊരു പയ്യനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അക്കാര്യം ഞാൻ ഏറ്റു. ആ ഫോട്ടോ കണ്ടാ തോന്നണം അനസൂയയും ആ പയ്യനും തമ്മില് ഗാഢമായ പ്രേമത്തിലാണെന്ന്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ തനിക്ക്? മനസ്സിലായി. ഇപ്പൊ പറഞ്ഞ ഈ ഐഡിയ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ആ ഫോട്ടോ ഞാൻ സംഘടിപ്പിച്ചുതരാം. അതിനെ പുറത്ത് കൊട്ടേഷൻ കൊടുത്ത് പൈസയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഞാൻ പറയാതെ തന്നെ പലതും കുഞ്ഞുമോൾക്ക് ഓർമ്മ വന്ന് കാണും എന്നെനിക്കറിയാം. ഈ ഫോട്ടോയിൽ കാണുന്ന കുഞ്ഞുമോളിൽ നിന്ന് രമാദേവിയായി മാറിയ ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാനെല്ലാം പറഞ്ഞാൽ അറിയാമല്ലോ പിന്നെ എന്തായിരിക്കും അവസ്ഥയെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നടക്കണം. ഞാൻ പറഞ്ഞതേ നടക്കാവൂ. അർജുന്റെയും അനസൂയയുടെയും കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. നടന്നില്ലെങ്കിൽ മാത്രം നീ ഈ ഫോട്ടോ പേടിച്ചാൽ മതി. കുഞ്ഞോള് വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അമ്മേ, അമ്മയോടൊരു കാര്യം പറയാണ്ടായിരുന്നു.
അതമ്മേ, വെഡിങ് ആനിവേഴ്സറിക്ക് ഇവിടെയുള്ള നമ്മുടെ വീട്ടിലെ ജോലിക്കാർ കൂടി ഡ്രസ്സ് എടുത്തു കൊടുത്തൂടെ? ഈ ഫംഗ്ഷന് വേണ്ടി അവരെല്ലാവരും നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊരു ജോഡി ഡ്രസ്സ് വാങ്ങിക്കൊടുത്താൽ അവർക്കൊക്കെ വലിയ സന്തോഷമായേനെ. അവരുടെ പ്രാർത്ഥനയുണ്ടാവും. ഞാൻ പറയുന്നത് അമ്മയ്ക്ക് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം ചെയ്താൽ മതി. അക്കൗണ്ടന്റിനെ വിളിച്ച് ഞാൻ കുറച്ച് പൈസ വാങ്ങിച്ചോട്ടെ അമ്മേ? അമ്മയൊന്നും പറഞ്ഞില്ല. അമ്മേ, നീ എന്തെങ്കിലും ചെയ്യുമാഹി. മനുഷ്യന് അല്പ സ്വസ്ഥത. താങ്ക്സ് അമ്മ. ആ പറയടി. ആ, നീ ഇതെവിടെയാ? ഞാനേ ക്യാബിന് വെയിറ്റ് ചെയ്യാം. അതിന് നീ എവിടെ പോകുന്നു? പാർലറിൽ പോയിട്ടൊന്ന് മിനുക്കിയിട്ട് വരാം. ഇന്ന് രാത്രി ഫംഗ്ഷന് പോവാനുള്ളതല്ലേ. ആ, ഓക്കെ ഓക്കെ. പിന്നെ നീ വരുമ്പോഴേ എനിക്കൊരു ഫേസ് വാഷ് കൂടി വാങ്ങിച്ചോണ്ട് വരണേ. വാങ്ങിയിട്ട് വരാം. വേറെ എന്തേലും വേണം? അമ്മയ്ക്ക് ഒരേ വാശിയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് തരണമെന്ന്. ആ പിന്നെ ഇന്ന് രാത്രി എല്ലാവരും ഈ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് വേണം പാർട്ടിക്ക് വരാൻ. ദാ, ഇത് തനിക്ക്.